വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറയുന്നത് മേനോൻ പറയരുത്, ദാമോദരനെ സതീശൻ പറഞ്ഞിട്ടുള്ളൂ സത്യപ്രതിജ്ഞയില്. അത് നമ്മുടെ മീഡിയ മെയിൻ സ്ട്രീം മീഡിയയുടെ ക്യാപ്ഷൻ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേനോൻ വെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് എന്തിനാ ഇവരായിട്ട് വെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേനോനെ വെട്ടി, കാരണം അദ്ദേഹം വരുന്നതിലെ ഒരു മാർപ്പാപ്പയുണ്ടല്ലോ ജി സുകുമാരൻ നായർ, അദ്ദേഹം സുബു നായർ, ആരാടാ ഈ സുകുമാരൻ നായർ പറഞ്ഞ് തൊടുപുഴയിൽ പ്രകടനം നടത്തിയല്ലേ, ആ പ്രകടനത്തിലെ കഥാപാത്രം, ആ മുദ്രാവാക്യം മുഖ്യ മുദ്രാവാക്യം അദ്ദേഹത്തിനെ പോറ്റിക്കൊണ്ടായിരുന്നല്ലോ നമ്മൾ കേട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള വിരോധം കാരണം ഈ മേനോൻ സ്ഥാനം മാറ്റി സത്യപ്രതിജ്ഞ. ഇനി എങ്ങനെ തന്നെയാണോ പേരെന്നറിയില്ല, നമുക്ക് അത് നോക്കേണ്ടതായിട്ടുണ്ട്. മേനോൻ എന്നാണ് നമ്മൾ പത്രങ്ങളിലെല്ലാം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ VD ഇത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷെ വേദിയിലേക്ക് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒന്നും കണ്ടില്ല. അതെ, അവർ സദസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഈ സൂപ്പർ സ്റ്റാറുകള്, കരിസ്മാറ്റിക് സ്റ്റാറുകളൊക്കെ വേദിയിലേക്ക് കയറാൻ സദസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. കോൺഗ്രസിന്റെ മറ്റു മുഖ്യമന്ത്രി എല്ലാവരും. എന്താ കാര്യമെന്ന് മനസ്സിലായോ? ഇവരെല്ലാം വന്ന് സ്റ്റേജിൽ വലിയൊരു അരങ്ങാക്കുന്നു. ആളുകൾ കീ ജയ് ഒക്കെ വിളിക്കും. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക, എത്ര പേർക്ക് കീ ജയ് വിളിച്ചാൽ പറ്റും. അങ്ങനെ പണ്ടൊക്കെ ഭാരതമാതാ കീ ജി ഒറ്റയുണ്ടെന്ന് കോൺഗ്രസ് ഗാന്ധിജിയുടെ കാലത്ത്. ഇപ്പൊ ഒരുപാട് കീ ജയകളാണ്. അപ്പൊ അതുകൊണ്ട് ഗവർണർ ഇന്നലെ ഇട്ടുന്ന മുട്ടനൊരു പണി കൊടുത്തു. ആ മുട്ടൻ പണി കൊടുത്തത് ചെന്നൈയിലും ഇദ്ദേഹം തന്നെ ആണല്ലോ, രാജേന്ദ്ര ആർലേക്കർ തന്നെ ആണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പോയത്. നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വയ്ക്കാൻ സ്ഥലമില്ല. സ്റ്റേജിൽ മണ്ണ് തറയിലേക്ക് വീഴാനുള്ള ഇടമില്ല. അതുപോലത്തെ തിരക്കാണ്. സകലമാന ആരാധകരും ആരാധികമാരും തൃശയുൾപ്പെടെയുള്ള ആരാധികമാർ കയറി വന്ന് എനിക്കറിയില്ല, പക്ഷെ അവരെ സദസ്സിലാണ് കണ്ടത്. എല്ലാ കിടക്കിടയ്ക്ക് അവരുടെ ഫോട്ടോ വരുന്നുണ്ടായിരുന്നു. സ്റ്റേജിലാണോ ക്ലോസപ്പാ വരുന്നത്, സ്റ്റേജിലാണോ സദസ്സിലാണോ എന്ന് എനിക്ക് വ്യക്തമായില്ല. നമ്മൾ കാണുമ്പോൾ ഇത് TV കൂടെ അല്ലേ കാണുന്നത്. അപ്പൊ അങ്ങനെ സകലമാനം ആരും കയറി ഗവർണർക്ക് നിൽക്കാൻ ഇടമില്ലാതെ വന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗാർഡ് ഉണ്ടാവും, സെക്യൂരിറ്റി ഗാർഡ്, അതിന് പോലും നിൽക്കാൻ ഇടമില്ലാത്ത വിധം അവിടെ അങ്ങ് പുരുഷാരമായി. ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമകൾ കാണാനാണ് ഇരിക്കുന്ന പോലെയായി സ്റ്റേജ്. അങ്ങനെ വന്നപ്പോഴാണ് ഇനി ഇതുപോലെ വന്നാൽ തനിക്ക് അങ്ങോട്ട് കയറാൻ സ്ഥലം കിട്ടാതെ വന്നാലോ എന്ന് വിചാരിച്ച. അതിന്റെ കൂടെ അദ്ദേഹവും കൂടെ വരുമെന്നായിരുന്നു ആരവമൊക്കെ കേട്ടത്. വരുന്നു, തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, അവരൊന്നും സ്റ്റേജിലേക്ക് കയറിയില്ല. നല്ല കുട്ടിയെ പോലെ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ അണ്ടറബിക്കോടെ ഇടകി ഇങ്ങോട്ട് വന്നാലും ഞാൻ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെ പെരുമാറൂ എന്ന് പറഞ്ഞ ആ ദാർഢ്യമൊക്കെ അങ്ങ് പോയി. അവിടെ ഗവർണർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ. ഈ പറഞ്ഞ വടശ്ശേരി ദാമോദര മേനോൻ പറഞ്ഞിരുന്നത് എങ്ങനെ ഇദ്ദേഹം പണ്ട് അനുസരിച്ചിരുന്നോ അതേപടി അനുസരിച്ചു. ഒറ്റയാൾ കയറാൻ പറ്റിയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ തൻ്റെ മറ്റു മന്ത്രിമാരുൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മല്ലികാർജുൻ ഖാർഗെ അല്ലേ, മല്ലികാർജുൻ ഖാർഗെ ഒക്കെ അവിടെ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാൻ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രം മതി സ്റ്റേജ് എന്ന് മാത്രമല്ല, ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ മാത്രം മതി. ഇവിടെ ഒരു കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വന്നിരുന്നെങ്കിൽ സ്റ്റേജിലിരിക്കാം, ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർക്ക് ഇരിക്കാം. അതാണ് ഗവർണർ, അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. ഇത് ഭരണഘടനയല്ല, പ്രോട്ടോകോൾ എന്ന് പറയുന്ന കീഴ്വഴക്കം അങ്ങനെയാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ജോസഫ് സ്റ്റാലിൻ ആദ്യത്തെ അവസരമല്ലേ, ആ സിനിമയാണിതെന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇത്രയും പേരെ കയറ്റി അവിടെ എത്തിയത്. എന്തും ചെയ്യാം. അങ്ങനെയാണ് ഭൂരിപക്ഷം എന്താ 113 പേരുടെ പിന്തുണയുമായിട്ടുള്ള കത്തുമായിട്ട് ഓടിപ്പുറപ്പെട്ട് അദ്ദേഹം അവിടെ കൊടുത്തത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആരും ഇല്ലാന്ന് തോന്നുന്നു, പാവം. അങ്ങനെ പറ്റിപ്പോയതാണ് അവിടെ. ഇതത് പറ്റിയില്ല PD സതീശന്റെ. അല്ല, അതില് ആർലേക്കർ അദ്ദേഹം അത് പറഞ്ഞത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് അല്ല സർ, കോൺഗ്രസിന്റെ രീതി അനുസരിച്ചിട്ട് സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾത്തിരക്ക് വേദിയിലായിരിക്കും. സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പപ്പടത്തിന് വേണ്ടി കല്യാണങ്ങളിൽ വഴക്കുണ്ടാക്കുന്നത് പോലെ ഫോട്ടോയിൽ വരാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തമ്മിൽ പിടിച്ചു തള്ളൽ. ഈ VD സതീശൻ പോയ ഒരു മീറ്റിംഗില് അങ്ങോട്ടും ഇങ്ങോട്ടും VD സതീശനെ പിടിച്ചു തള്ളി. അദ്ദേഹം അവിടെ അദ്ദേഹം വേറൊരാളിനെ പിടിച്ച് അങ്ങോട്ട് തള്ളി. എന്നിട്ടാണ് പുള്ളിക്ക് സ്റ്റേജിലേക്ക് ഇടം കിട്ടിയത്. ഇതാണ് ഗവർണർ പഠിച്ചത്. ഇതൊക്കെയാണ് ഇവരുടെ ഹിസ്റ്ററി. അതുകൊണ്ട് തനിക്കിനി അങ്ങോട്ട് കയറി സത്യപ്രതിജ്ഞ ചൊല്ലിക്കാൻ ഇടം കിട്ടാതെ വരുമോ? ഇത് മാറുകയല്ല, ഗവർണറെ പിടിച്ച് വേണമെങ്കിൽ തള്ളും. കാരണം ഫോട്ടോയിൽ നമുക്ക് വരണം. അതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ?
ചടങ്ങ് നടക്കണമെന്നല്ല, ഫോട്ടോയിൽ എൻ്റെ മുഖം കാണും. ഇപ്പം വി.ഡി. സതീശനൊക്കെ പത്രസമ്മേളനം നടക്കുമ്പോൾ കാണാം നമ്മൾക്ക് ഒരു കൂട്ടം ആൾക്കാർ. എനിക്ക് സഹതാപം തോന്നുന്നവരോട് ക്യാമറ എന്നെ കാണുന്നുണ്ടോ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഗൗരവമേറിയ രാഷ്ട്രീയമല്ല ഇത്. ഫോട്ടോയിൽ കാണണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ ഈ ആശയങ്ങളെയൊക്കെ ഈ വെറും ഉപരിപ്ലവമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. പുതുയുഗത്തിലും അത് ധാരാളമായിട്ടുണ്ടാവും. പുതുയുഗത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ആയിരിക്കാം. നമ്മളൊക്കെ പഴയ ഞാനൊക്കെ പ്രതിതയല്ല, പഴയ കാലത്തിൻ്റെ ആൾക്കാരായതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ പണി അത് ശരിക്കും അദ്ദേഹം അതുപോലെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പണി കെ.സി. വേണുഗോപാലിന്റെ വകയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെയാണ്. 12 പേരാണല്ലോ ഇതിനകത്ത് ആകെ ഉള്ളത് കോൺഗ്രസിന്റെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ആ 12 പേരിൽ 8 പേരുടെ പിന്തുണയും വി.ഡി. സതീശനല്ല പോവുക, അവര് കെ.സി. പറയുന്ന പോലെ കേൾക്കൂ. കാരണം എന്താ? അതായത് 49 പേര് കോൺഗ്രസിന് കിട്ടിയ 63 പേരിൽ 49 പേര് മഹാഭൂരിപക്ഷമാണത്. 3-2 കൂടുതൽ ഭൂരിപക്ഷമാണ്, 4-3 ഭൂരിപക്ഷമാണ്. അത്രയും പേര് പിന്തുണച്ചിട്ട് സ്ഥാനം കിട്ടാതെ പോയ ആളാണ് കെ.സി. വേണുഗോപാൽ. മനസ്സിലായില്ലേ? എന്താ കാര്യം? മുസ്ലിം ലീഗ് പറഞ്ഞു കെ.സി. വേണ്ട, വി.ഡി. മതി. വി.ഡിയെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? അതും അറിയാമല്ലോ നമുക്ക്. വി.ഡി. ആണെങ്കിൽ NSSനെയും വെള്ളാപ്പള്ളിയെയും ചീത്ത പറഞ്ഞിരിക്കുന്നു. അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചീത്ത പറയുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ ഈ പയ്യങ്ക് പാണക്കാട് വന്ന് തിണ്ണനിറങ്ങിയതാണ്. അതേസമയം NSSന്റെയോ വെള്ളാപ്പള്ളിയുടെ തിണ്ണയിറങ്ങാൻ പോകത്തില്ല. അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഉഷാറായി, അങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇദ്ദേഹം ചെയ്തതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ബോധ്യമില്ല. ഇനി അവർക്ക് ദിവ്യ ദൃഷ്ടി ഉള്ളതുകൊണ്ട് വല്ലതും കണ്ടോ എന്ന് പറഞ്ഞു. അതോട്ടിരിക്കട്ടെ. എന്തായാലും അവർ പറഞ്ഞ ആളുകൾക്കെല്ലാം അതേ വകുപ്പ് അവർ നേരത്തെ പ്രഖ്യാപിച്ചു. അവർ സൂപ്പർ ഹൈക്കമാൻഡായിട്ട് അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ വകുപ്പുകൾ ഇന്നതായിരിക്കണം. അവർ പറഞ്ഞ 5ാം മന്ത്രി പണ്ട് അതായിരുന്നല്ലോ, അതും അനുവദിച്ചു കൊടുത്തു. ഇനി എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വരും. 5ാം മന്ത്രി കൊടുത്തു കഴിഞ്ഞിട്ടും കോഴിക്കോട് ലീഗ് കാണിച്ച ഒരു നന്ദി കേട് ഒരൊറ്റയാൾ ഇതിൽ പ്രതിനിധിയായിട്ട് വന്നിട്ടില്ല. അവിടെ പ്രതിഷേധ പ്രകടനം നടന്നു. കോഴിക്കോടാണ് വി.ഡി. സതീശനെ വിജയ് തേരിലേറ്റ് നിന്നിട്ടും ചോദിക്കാൻ വന്നത്. ഇപ്പൊ പുതിയൊരു ടാഗ് ലൈൻ വളരെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലും സതീശന്റേത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടേതായിട്ട് വരുന്നുണ്ട്. അതായത് നിലപാടുകളുടെ രാജകുമാരൻ. ഞാൻ കേട്ട് വളർന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ളത് P.T. തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ചാണ്. ആ അദ്ദേഹത്തിന് കൊടുത്ത ആ ടാഗ് ലൈൻ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഉളുപ്പൊക്കെ വേണ്ടേ എന്ന് പറയുന്നത് പോലെ അത് അങ്ങനെ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാണ്. നമുക്ക് വേറെ എന്തും കൊടുത്തുപോട്ടെ, നമ്മൾ ആ മനുഷ്യനെ P.T. തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നിലപാടുകളുടെ രാജകുമാരനായി തന്നെയാണ് കണ്ടത്. അദ്ദേഹം ചെയ്ത ആ ഒരു നിലപാടുകൾ എന്ന് പറയുന്നത് മറ്റെവിടെയെങ്കിലും നമുക്കെടുത്ത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പോൾ അതുപോലും സ്വന്തമാക്കുകയാണ്. നമ്മൾ പറയില്ലേ ദളപതി എന്ന് പറയുന്ന ടാഗ് ലൈൻ എങ്ങനെയാണോ പണം കൊടുത്തും പലരുടെയും ശുപാർശ പ്രകാരവും ഇളയ ദളപതി എന്നുള്ള പേരിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പൊ ദളപതിയായിട്ട് വിജയ് മാറ്റിയിരിക്കുന്നത്, അതുപോലെയാണ് ഈ ടാഗ് ലൈൻ. തീർച്ചയായിട്ടും P.T.യുടെ ആത്മാവിനെ എത്ര വേദനിക്കുന്നുണ്ടാവും. പ്രജിത പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നിലപാടുകളുടെ രാജകുമാരനുണ്ടെങ്കിൽ അത് P.T. തോമസ് ആണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോയല്ലോ, P.T. തോമസ് ആയിരുന്നു. പറയാതിരിക്കാൻ നിർവാഹം. എനിക്കറിയാം ഈ ഇടുക്കിയിലെ പ്രശ്നം, അവിടുത്തെ കുടിയേറ്റ പ്രശ്നം അതിരൂക്ഷമായിട്ട് P.T. തോമസിനെതിരെ തിരിഞ്ഞ സമയത്ത് പള്ളികളും സഭകളും എല്ലാം കൂടി ബഹളം വെച്ചിട്ട് അവിടുത്തെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും അതിനു മുമ്പ് നടന്ന ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും അതിഘോരമായ തീവ്രമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉമ്മനെ പിടിച്ചിട്ട് ആക്കി അവിടെ അദ്ദേഹം ഈ ഗവൺമെൻറ് പറഞ്ഞ പോലെ എഴുതി പിടിച്ച് പരിസ്ഥിതിയോട് ഏറ്റവും കടുത്ത ദ്രോഹം, അതായത് ഒരു നമ്മൾ കടും വെട്ടെന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലൊരു വെട്ടി ആ റിപ്പോർട്ടെല്ലാം തിരുത്തി മിടുക്കനായിട്ട് മന്ത്രിസഭയുടെ അംഗീകാരവും UDFന്റെ അംഗീകാരവും അങ്ങ് നേടി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ആ കൈയടിച്ച സമയങ്ങളിലും ഈ കാടിനെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് ധൈര്യമായിട്ടും തൻ്റെ ഇടമായിട്ടും പറഞ്ഞതാണ്. അവിടുത്തെ അരമനകളും വൈദികരും അൽമായരും അടക്കമുള്ളവർ മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്തു. ഇദ്ദേഹത്തിനെ ബലിയാടാക്കി. ആ ഞാൻ പറഞ്ഞ ബലിയാടാക്കി തോൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. എല്ലാവരും കൂടി ഇട്ടുകൊണ്ട് ഇവനെ നമ്മുടെ സഭയിൽ നിന്ന് പുറത്താക്കാൻ തെമ്മാടിക്കുഴിയിലാക്കണമെന്ന് വരെ ചർച്ച വന്നു. അതുപോലുള്ള സമയത്ത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി നിലനിർത്തുന്നതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിച്ച വ്യക്തിയായിട്ട് അദ്ദേഹം അടിവരയിട്ട് വളരെ അടുത്ത്
സാധാരണ ഉപരിപ്ലവമായ ചിന്തകളില്ലാതെ, അധികാരമോഹമില്ലാതെ, ജയിക്കണമെന്ന മണ്ഡലം പിടിച്ചടക്കണമെന്ന മോഹം പോലും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി, ആ പ്രകൃതി വഴി നമ്മുടെ പോസ്റ്ററിറ്റിക്ക് വേണ്ടി, അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദുഃഖിച്ചിട്ടുള്ള, വിഷമിച്ചിട്ടുള്ള, സ്വയം ബലിയാടായ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ VS-നെ വേറൊരു തരത്തിലാണ് ഉപമിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഈ പത്രക്കാരൊക്കെ ഇരിക്കുന്നിടത്ത് വന്നത് ആ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വരുമ്പോഴായാലും ഏതെങ്കിലും ഒരു ഷോ കവറേജിനോ മറ്റോ വരുമ്പോൾ അവിടെ വന്നിരുന്ന് പത്രക്കാരുമായിട്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അത്തരം ഒരു രാഷ്ട്രീയക്കാരന് തൻ്റെ ഫോട്ടോ വരണമെന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ സമയത്ത് കൊടുമ്പൊരിക്കൊണ്ടിരിക്കുന്ന കാലത്തും അദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ചു, ഇടുക്കിയിലിരുന്നു കൊണ്ട്. മനസ്സിലായോ? അത്തരം ഒരു വ്യക്തിയായിരുന്നു. നിലപാടുകളുടെ രാജകുമാരൻ. VD സതീശൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാൻ പറ്റുമോ? KC വേണുഗോപാൽ പറഞ്ഞപ്പോൾ തനിക്ക് ബോധ്യമുള്ള പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മനെ പോലുള്ള വ്യക്തികളെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ഇരുന്നു. ഇല്ലേ? അവരെ ബലികഴിച്ചില്ലേ? അദ്ദേഹത്തിനോട് അടുപ്പമുള്ള VT ബൽറാം, ഹരിത MLA-മാരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. എവിടെ VT ബൽറാമിന് മന്ത്രിസ്ഥാനം അർഹിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം. എനിക്കറിയാം, ആഴത്തിൽ പഠിച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. മന്ത്രിസ്ഥാനം പോയി. മനസ്സിലായില്ലേ? താല്പര്യങ്ങൾക്ക് വേണ്ടി, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ബലി കഴിച്ച വ്യക്തിയാണ് VD സതീശൻ. ഈ VD സതീശൻ വരുന്നതിന് പകരം VT ബൽറാം വരുന്നത് പോലും അത് ശരിക്കും ഒരു നെക്സ്റ്റ് മുഖ്യമന്ത്രിയാകുമായിരുന്നു. ഇത് അധികാരമോഹത്തിൻ്റെ ആ ചതിക്കുഴിയിൽപ്പെട്ടിട്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. ആ അധികാരമോഹമാണ് ഇവർക്കെല്ലാം ഉള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കേരളത്തെ ബോധ്യമാക്കുന്ന തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വലിയ ലോകത്തിലെ ഏറ്റവും മതേതരനായ വ്യക്തി എന്നൊക്കെ പറയുന്നത്, പാർട്ടിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിന് വേണ്ടി 5 മന്ത്രിമാരെ കൊടുക്കും. 5 മന്ത്രിമാരെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് അർഹമാവുന്നത്? അവർക്ക് എത്ര കിട്ടിയിരിക്കും? 23 അല്ലേ? 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ്. 23 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? അതിനാൽ 20 അല്ലേ വരും. അതിന് അപ്പുറത്ത് അങ്ങോട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ 1 കൊടുത്തിരിക്കുന്ന അധികം. അങ്ങനെയാണെങ്കിൽ 12 മന്ത്രിമാരല്ലേ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്? ആ 12 വെച്ച് നോക്കും, 12 5 60 ആവുന്നുള്ളൂ. മൂന്നാമത്തേതിന് ഒരു മന്ത്രിസ്ഥാനം കൂടി കോൺഗ്രസിന് ക്ലെയിം ചെയ്യാമല്ലോ. 13 മന്ത്രിമാർ വേണ്ടേ? അപ്പോൾ അവിടെയും കോംപ്രമൈസ് ചെയ്തു. എവിടെയാണ് അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാവുന്നത്? അവിടെയെല്ലാം നിലപാടുകളെ കോംപ്രമൈസ് ചെയ്തു അദ്ദേഹം. മനസ്സിലായില്ലേ? തൻ്റെ കൂടെ നിന്ന യോഗ്യതയുള്ള ആൾക്കാരെ തഴഞ്ഞുകൊണ്ട്, എന്നിട്ട് അദ്ദേഹം ഒരു ഭംഗി, ഇതിനേക്കാൾ യോഗ്യതയുള്ളവർ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പ്രയോഗിച്ച് കാണിക്കണം. അടുത്ത തവണ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഒരു ഗ്യാരണ്ടിയും ഇല്ല ഈ കേരളത്തിൽ. ഒരു സംശയവും വേണ്ട. അത് നിങ്ങളുടെ തർക്കം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ച യുവന്മാരെയാണല്ലോ അധികാരത്തിൽ കയറ്റിയതെന്ന്. അതുകൊണ്ട് ഇളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. കാര്യങ്ങൾ നടത്തുന്നതെന്ന് കാണട്ടെ. ഇന്നെന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരുന്നു. ബസ്സിൻ്റെ തീരെ സൗജന്യമാക്കുന്നതോടുകൂടി തന്നെ കൊളാപ്സിങ്, ദി അഡ്മിനിസ്ട്രേഷൻ വിൽ ബി കൊളാപ്സിങ്. ഞാൻ മറ്റൊന്നും പറയുകയല്ല. നിങ്ങൾ ആദ്യം പണം സ്വരൂപിക്കണം. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ഇത് നല്ലതല്ല. സ്ത്രീകൾ സൗജന്യമായിട്ട് യാത്ര ചെയ്തിട്ട് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെയും കൂടെ ആണുങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. ഞങ്ങളുടെയും യാത്ര സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൂടെ സൗജന്യമായിട്ടൊന്ന് തരൂ. വളരെ സന്തോഷം. പക്ഷെ പണം വേണ്ടേ? വിത്തെടുത്ത് കുത്തുകയല്ലേ ഇപ്പം ചെയ്യാൻ പോകുന്നത്? കടം 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 വീട്ടാൻ വേണ്ടി കടമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം ഉണ്ടായിട്ടും കടം വെട്ടാൻ വേണ്ടി കടം എടുക്കുന്നു. 75% റവന്യൂ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അതിൻ്റെ ഇപ്പോൾ കൂടും, അത് വീണ്ടും കൂടും. പുതിയ ശമ്പള കമ്മീഷൻ വന്നിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരൊറ്റ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ മുഖ്യമന്ത്രി മാത്രമേ കേരളം ഭരിച്ചുള്ളൂ, C. അച്യുതമേനോൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനയ്ക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. സകലമാന സംഘടനകൾ വന്ന് അദ്ദേഹത്തെ എതിർത്തു. ഇതിപ്പോൾ അവരുടെ ജനപ്രിയം പറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ ശമ്പളം, ആനുകൂല്യങ്ങൾ ഇപ്പം കേൾക്കുന്നു. 58 വയസ്സാക്കാൻ പോകുന്നു പെൻഷൻ പ്രായം, ബാധ്യത ഒഴിവാക്കാൻ. യുവാക്കളോട് ചെയ്യുന്ന ജൻസിയോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഇത്? അവർക്കൊരു ജോലി ചെയ്തിന് അപ്പോൾ ആ 2 വർഷം കൂടി അവർ കാത്തിരിക്കണം. അവർക്ക് കിട്ടേണ്ടിയിരുന്നല്ലേ? ഈ തൊഴിലില്ലായ്മയാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ റിട്ടയർമെൻറ്റ് പ്രായം കുറച്ചുകൂടെ കുറയ്ക്കുകയാണ് വേണ്ടത്. എന്തേ അങ്ങനെ ഒരു മാനദണ്ഡം ഏർപ്പെടുത്തേണ്ടതിന് പകരം അത് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ യുവാക്കൾക്ക് PSC വഴി ടെസ്റ്റ് എഴുതിയവർക്ക് സ്വാഹ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? ഗോവിന്ദ എന്ന് വിളിക്കേണ്ടി വരും. MV ഗോവിന്ദനല്ല, മുകളിലൊരു ഗോവിന്ദൻ.